ജയ ഞങ്ങളുടെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു ജയ. എല്ലാവർക്കും സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പുതുവത്സരാശംസകൾ നേരുന്നു. കുറച്ച് റെഡ് ലൈറ്റ് മാത്രമേ കാണത്തുള്ളൂ. ട്രാഫിക് ഞാൻ സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തു. നിജാൻ കിടന്ന് നോക്കുക, എന്തെങ്കിലും കിട്ടുമോ നോക്കാം. വീഡിയോയിലൊക്കെ അത്ര ക്ലിയർ അല്ല റാസൽ കൈമ എഴുതിയിരിക്കുന്നത്. ജയ ജയ ഞങ്ങളുടെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു ജയ ഫയർ വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ റാസൽ കൈമ ഗവൺമെന്റിനോട് പ്രത്യേകം ശുപാർശ ചെയ്ത് ജയന് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉണ്ടോ? അതിനുവേണ്ടി ഞങ്ങൾ എന്തോരം ആൾക്കാരെ വിളിച്ചു കൂട്ടിയെന്ന് നോക്ക്. ബ്ലോക്ക് കാരണം ഇപ്പൊ പോവാനൊക്കെ പറ്റുന്നില്ല. ഒടുക്കത്ത ബ്ലോക്ക് എന്ന് പറഞ്ഞ ഒടുക്കത്ത ബ്ലോക്ക്. അതെ, UAE ഗവൺമെന്റ് നിന്നോട് അല്ല, ഞാൻ എന്തായാലും ഞാൻ ഗവൺമെന്റ് അടുത്ത് പറയാം നിന്നെ ജയിലിൽ കിടച്ചോടാ. ഇത്രയും വലിയൊരു ബ്ലോക്ക് ഉണ്ടാക്കിയതിനും
വിളിക്കാനുള്ള റീസൺ നീയാണെന്ന് നാട്ടുകാരൊക്കെ അറിയണം. അതെ അതെ ഞാനാണ്. ഓക്കെ അപ്പൊ മതി. ഹാപ്പി ബർത്ത്ഡേ ടു യു. അടുത്തൊരു ബർത്ത്ഡേ ആഘോഷിക്കാൻ നീ ഉണ്ടാവരുത് ഇവിടെ. എവിടെ? നീ രാഷ്ട്രീയ രാജാവിന്റെ ജയിലിലായിരിക്കണം. ഇവർക്ക് ആർക്കും ഇല്ലാത്ത സുഖമാണ്. ഇപ്പൊ ഏതാ 6:30 പോകുന്ന വണ്ടി, എന്നിട്ട് ഫുൾ ബ്ലോക്കാണ്. അത്രയ്ക്ക് ആൾക്കാരെ ഞങ്ങളെ വിളിച്ചു കൂട്ടി എന്നുള്ളതാണ്. ഞങ്ങളല്ല, നീ പോകുമ്പോ ഒറ്റയ്ക്ക് പോയാൽ മതി. ഇത് വെറും റാസൽ ഗെയിമില് മാത്രം. ഞങ്ങൾ ഇവിടെ മൊത്തം ഞങ്ങൾ പൊട്ടിച്ചേക്കും. മതി, ചളി നിർത്തിക്ക. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. സമയം 2:30. ഞങ്ങള് ഫയർ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ. അപ്പൊ ചേച്ചി ക്ഷീണമൊക്കെ കാരണം പയ്യൊന്ന് സൈഡ് ഒതുക്കി. പയ്യല്ല, നന്നായിട്ട് ഒതുക്കി. ഇനിയുണ്ട്, ഇനി ഒരു അരമണിക്കൂറുണ്ടോ? 5 minutes കഴിഞ്ഞിട്ട് പോകും. ഒരു 20 മിനിറ്റ്. എത്ര മിനിറ്റ് കൂടെ ഉണ്ട് ഇനി? 20 minute ഉള്ളൂ. 20 മിനിറ്റ്. ശരിക്കും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 30-40 മിനിറ്റ്സിൽ എത്തേണ്ട സ്ഥലത്ത് ഇങ്ങോട്ട് ഇത്രയും കുഴപ്പമില്ലായിരുന്നു. അങ്ങോട്ട് 3 മണിക്കൂർ ഞങ്ങള് വൈകിട്ട് ഇറങ്ങിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ക്ഷീണിച്ച് ഉറക്കം വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ചായ ഉറങ്ങിക്കോ വേണമെങ്കിൽ ചില കിടന്നു. കിടന്നോ? ചേൻ കിടന്നോ? ഇച്ചിരി നേരം കണ്ണടച്ച് കിടന്നോ? ചേൻ കിടന്നോ? കണ്ണടച്ച് കിടന്നോ? കിടന്നോ? അല്ല, ഇത് വണ്ടി ഓടിക്കാനുള്ള കൊണ്ട് പറഞ്ഞതാ. 2:30. നല്ല തണുപ്പാ പുറത്ത്. ക്രിസൂട്ടനാണെങ്കിൽ നന്നായിട്ട് ഉറങ്ങി. നന്നായിട്ട് ഉറങ്ങി. ഇവിടെ വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇച്ചിരി നേരം കിടന്നോ? റെസ്റ്റ് എടുക്കൂ. അങ്ങനെ ചായം റെസ്റ്റ് എടുക്കാൻ വേണ്ടി കുറച്ച് 2:30 ആയില്ലോ. അപ്പോൾ വണ്ടി പയ്യെ സൈഡ് ഒതുക്കിക്കുക. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ല. അതിന് എനിക്ക് അതിന് പറ്റിയില്ല. അതങ്ങനെയൊന്നും അറേഞ്ച് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ എന്ത് സർപ്രൈസ് ഞാൻ കൊടുക്കുമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്നലെ വൈകിട്ട് എന്നോട് പറഞ്ഞ ഫയർ വർക്കിന് പോകാം. അപ്പോൾ എനിക്ക് 2 ദിവസമായിട്ട് വയ്യാതൊക്കെ ഇരിക്കുക. അപ്പം പറ്റുവാണെങ്കിൽ നമുക്ക് പോകാമെന്ന് പറയും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വീട്ടിലുള്ള സാധനമൊക്കെ വെച്ച് ഞാൻ വൈകിട്ടല്ല രാത്രിയായപ്പോൾ ഒരു കേക്കൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് ഒരു കേക്ക് ഉണ്ടാക്കി വെക്കും. ഇതുവരെ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. വീട്ടിൽ കൊണ്ട് നോർമൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സർപ്രൈസ് ഇത് കിട്ടത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചിട്ട് ഞാൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ ആ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അറേഞ്ച് ചെയ്യാൻ പോവാം. അറേഞ്ച് ചെയ്തേക്കുന്നത് ഞാൻ ആളെ വിളിച്ച് നിർത്തി. അയ്യോ, ക്രിസ് എഴുന്നേറ്റിട്ടില്ല. ക്രിസ് നല്ല ഉറക്കുക കണ്ടോ. നല്ല റോഡിൽ ഞാൻ കിടന്ന് വിറയ്ക്കുക. എനിക്ക് നന്നായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ക്യാൻഡില് കത്തിക്കാൻ പറ്റിയില്ല. ക്യാൻഡില് കത്തിക്കാതെ ബായ് ചായ തരൂ. ഈ മനുഷ്യന് പിന്നെ സർപ്രൈസ് എന്ന് പറഞ്ഞാലും യാതൊരു എക്സ്പ്രഷനും ഇല്ലാത്ത മനുഷ്യനായതുകൊണ്ട് ഒരു എക്സ്പ്രഷനും ഇല്ല ഇപ്പോഴും. ഹാപ്പി ബർത്ത്ഡേ ടു യു. എനിക്ക് പറഞ്ഞിട്ട് പാടില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. ചായ വെച്ച് ഞാൻ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തെടുത്ത ഒരു കേക്കാട്ടോ. ഫോൺ കഴിച്ചില്ല. നല്ലതാണോ കേട്ടോ? വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തെടുക്കുക. ഉറങ്ങുക അതുകൊണ്ട് അവരില്ല. ഞങ്ങൾ മാത്രം അങ്ങനെ പട്ടപാതിരല്ല, വെളുപ്പം കാലത്ത് 2:30-3 മണിയൊക്കെ കാണും. 3 അല്ല 2:45 2:45 സമയത്ത് നാട്ടു റോഡില് ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ചായ ഇങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. എന്താണ് സർപ്രൈസ് വന്നിട്ട്
യാതൊരു വികാരമില്ലാത്തൊരു മനുഷ്യൻ. എപ്പോ സർപ്രൈസ് കൊടുത്താലും ഞാൻ വേറെ ശശിയായി പോകും. നടക്കുന്നുണ്ടല്ലേ. അങ്ങനെ ഫൈനലി വി റീച്ച്ഡ്. 3:15 ഇവിടുന്ന് വൈകിട്ട് 3:15 ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ് കിടന്ന് ഉറങ്ങുക, ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. പുതുവത്സരാശംസകൾ. അതെ, അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. ശാന്തിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരുപാട് എന്താ പറയാ, ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് ഒരു പുതുവർഷം എല്ലാം നടന്ന ദൈവാനുഗ്രഹം എല്ലാം തമ്പുരാനിൽ സമർപ്പിച്ച്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഹാപ്പി ന്യൂ ഇയർ.